കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് നമുക്ക് ആശ്വാസവും അനുഗ്രഹവും പ്രാപിക്കാൻ ഏറ്റവും നല്ല എളുപ്പ വഴിയെന്ന് പറയണത് നമ്മൾക്ക് നമ്മുടെ വിഷയത്തോട് എന്തുമാത്രം ആശ്രയമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വിഷയം നടക്കണമെന്ന് ആഗ്രഹമുണ്ട്, അത്രയും നിങ്ങൾ മറ്റുള്ളവരുടെ വിഷയങ്ങളെക്കുറിച്ചും ആഗ്രഹപ്പെടണം. അപ്പം നിങ്ങൾ ദൈവസ്നേഹം ഉണ്ടെന്ന് ദൈവത്തിന് മനസ്സിലാകും. ഒരു മിനിമം ദൈവസ്നേഹം ഇല്ലാതെ കർത്താവിന് നിങ്ങളുടെ ആത്മാവിലേക്ക് ആകർഷിപ്പുണ്ടാകത്തില്ല. അനുഗ്രഹം എപ്പോഴും വർദ്ധിക്കുന്നത് ആകർഷിപ്പിലൂടെയാണ്. അപ്പം നമ്മളുടെ മുമ്പിലുള്ള ഒരു ആധ്യാത്മിക ആചാര്യന്മാരുടെ ഗുരുക്കന്മാരുടെ മുമ്പിലുള്ള പ്രശ്നം, എങ്ങനെ മനുഷ്യനിലേക്ക് ദൈവത്തിൻ്റെ വസിപ്പ് ആകർഷിപ്പിച്ചെടുക്കാൻ പറ്റും. ആകർഷണം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ദൈവത്തിന് നിങ്ങളെ കണ്ട്, ഇപ്പം നിങ്ങൾ തന്നെ കല്യാണം കഴിക്കാനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു ആകർഷണമുണ്ട്. ആൾക്കാർ പറയത്തില്ല, ഒരു ഫയർ സ്പാർക്ക് എന്നൊക്കെ അല്ലേ പറയണത്. അപ്പം അത് ദൈവത്തിന് നിങ്ങളെ കണ്ടാൽ ഒരു സ്പാർക്ക് തോന്നണം. ദൈവത്തിന് നിങ്ങളെ കണ്ടാൽ ഒരു സ്പാർക്ക് തോന്നണം. അതിനെന്താ ചെയ്യേണ്ടത്? അതിന് ദൈവത്തിൻ്റെ മനസ്സിൽ കുറച്ച് പ്ലാനുകളുണ്ട്. എന്താണ്? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും. അതാണ്, അതൊക്കെ സ്പാർക്ക് ഉണ്ടാക്കാനുള്ള മാർഗങ്ങളാണത്. യോഹന്നാൻ 13:35. യോഹന്നാന്റെ സുവിശേഷം 13:35. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് ദൈവത്തിന് നിങ്ങളുടെ മേൽ സ്പാർക്ക് ഉണ്ടാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സൊല്യൂഷനാണത്, ഫോർമുലയാണ്. നിങ്ങളെപ്പോഴും ദൈവത്തിന് ഇപ്പം എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അടുത്ത് വരുവാൻ സാധ്യമല്ല. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യോഹന്നാൻ 6:44. യോഹന്നാൻ 6:44. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എന്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കുകയില്ല. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കും. അതായത് എപ്പോഴും നമുക്ക് ആത്മീയ കാര്യങ്ങൾക്ക് ഒരു ആകർഷണം ഉണ്ടാകും. നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു ആകർഷണമുണ്ട്. നിങ്ങളെക്കുറിച്ചൊരു ഡിപ്രിസിയേഷൻ ഉണ്ടാക്കേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? ചില ആൾക്കാരുടെ പ്രാർത്ഥനയ്ക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം, അവർക്ക് അവരെക്കുറിച്ച് തന്നെ വലിയ വിലയില്ല. എൻ്റെ ജീവിതം മഹാമോശമായിരുന്നു, എൻ്റെ കൂതറ ജീവിതമായിരുന്നു എൻ്റെത്, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചാലും കേൾക്കത്തില്ല. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചൊരു ഐഡിയ ഡിപ്രിസിയേഷനാണുള്ളത്. എന്താണ്? ഒരു മിനിമം, അതൊരു മൂല്യക്കുറവുണ്ട്. അതിൻ്റെ ആവശ്യമില്ലെന്നാണ് ഇപ്പോൾ പരിശുദ്ധാത്മാ പറയണത്. എന്താ കാര്യം? നിങ്ങളുടെ പഴയ കാലം നിങ്ങളെ ദൈവം ഇപ്പോഴും കണക്കിലെടുക്കണില്ല. ദൈവം കണക്കിലെടുക്കുന്നില്ല. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോസ്തലപ്രവർത്തനങ്ങൾ 17:30. അജ്ഞതയുടെ കാലഘട്ടങ്ങളെ അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുത്തില്ല. എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്തപിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു. അപ്പോൾ ഇത് എന്ത് റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്? എവിടെയോ വെച്ച് റൈറ്റ് ഓഫിങ് സംഭവിച്ചിട്ടുണ്ട്, എഴുതി തള്ളിയിട്ടുണ്ട്. നിങ്ങളെ ആകർഷിച്ച കർത്താവിൻ്റെ അടുത്ത് വരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? വരുന്നവനെ അനുഗ്രഹിക്കാൻ ദൈവം തീരുമാനിച്ചെന്നല്ലേ?
അനുഗ്രഹിക്കാൻ ദൈവം തീരുമാനിച്ചെന്നല്ലേ? അതിൻ്റെ അർത്ഥം റൈറ്റ് ഓഫ് നടന്നിട്ടുണ്ട്. എഴുതയോ കർത്താവ് നിങ്ങളുടെ പഴയ കടങ്ങളെ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. വെട്ടിക്കളഞ്ഞതിന് കാരണങ്ങളുണ്ട്. അത് ഈ ആകർഷിപ്പുള്ളതുകൊണ്ടാണല്ലോ അടുത്ത് വരുന്നത്. ആകർഷിപ്പിൻ്റെ കാരണങ്ങളൊന്ന്, ഏതോ ഒരു ക്വാളിറ്റി നിങ്ങളിൽ ഇപ്പോഴും ദൈവത്തിന് ഇഷ്ടപ്പെട്ടതുണ്ട്, സ്പാർക്കുള്ളതുണ്ട്. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? ഞാൻ കർത്താവ് പറയണതനുസരിച്ചാണ് നിങ്ങളോട് സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഏതോ ഒരു ക്വാളിറ്റി, ഗുണം നിങ്ങളിൽ ഇപ്പോഴും കർത്താവിന് ഇഷ്ടപ്പെട്ടതുണ്ട്. അതുകൊണ്ടാണ് ആസന്നമായതിനെ ഊതിക്കത്തിക്കാൻ പറയണത്. ബൈബിള് കുത്തിക്കെട്ടി ഒതുക്കുമ്പോൾ അവസാനത്തെ അതിൻ്റെ ഉപസംഹാരത്തിൽ വരണത് അവസാന വാക്കുകളാണ്. എന്താണ്? നിങ്ങളിൽ ആസന്നമായതിനെ ഉദിക്കത്തിക്കാൻ. ഹല്ലേലൂയ. വെളിപാട് 3:2 ഉണരുക, ഉണരുക, നിന്നിൽ ആസന്ന മരണമായി അവശേഷിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുക. എന്തെന്നാൽ എന്റെ ദൈവത്തിന്റെ മുമ്പിൽ നിന്റെ പ്രവൃത്തികൾ പൂർണ്ണമായും നിർവഹിക്കപ്പെട്ടതായി ഞാൻ കാണുന്നില്ല. അപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്, അത് പൂർണ്ണമായിട്ടില്ലെന്നാണ് പറയണത്. ഇപ്പം എന്താ സംഭവം? നിന്നിൽ ആസന്ന മരണമായതിനെ ഊതിക്കത്തിക്കാൻ എന്തോ ഒരു കണ്ടൻറ്റ് നിങ്ങളിൽ ദൈവത്തിന് ഇപ്പോഴും ഇഷ്ടപ്പെട്ടതായിട്ടുണ്ട്. അതാണ് എൻ്റെ സ്പാർക്ക് എന്ന് പറയണത്. ചിലപ്പോൾ നിൻ്റെ കുടപ്പുറമാരുള്ള സ്നേഹമായിരിക്കാം നിൻ്റെ. ചിലപ്പോൾ മക്കൾ തന്നെ എല്ലാവരും നിങ്ങളെ അപ്പമ്മമാർ ഉപേക്ഷിക്കുമ്പോൾ ഒരാൾ അവിടെ പഠിത്തവും മുടക്കി, അവർക്ക് വേണ്ടി തന്നെ അവരെ ഓഫറും മുടക്കി അവിടെ നിൽക്കും. എല്ലാവർക്കും ഒരുപോലെ അമ്മയാണ്, എല്ലാവർക്കും ഒരുപോലെ അപ്പനാണെങ്കിലും അപ്പനും അമ്മയും കിടപ്പായി കഴിഞ്ഞാൽ എല്ലാ മക്കളും ഒരുപോലെ അല്ലല്ല നോക്കണത്. ഒരാളതിൻ്റെ അകത്ത് ഉണ്ടാകും. എന്താണ്? ഒന്നും കിട്ടിയിട്ടില്ല. കൊടുത്തതൊക്കെ ചിലപ്പോൾ ഇളയ മക്കൾക്ക് മൂത്തമക്കൊക്കെ ആയിരിക്കും. എനിക്ക് അപ്പൻ്റെയൊക്കെ ഒന്നും കിട്ടിയിട്ടില്ല, എങ്കിലും എൻ്റെ അപ്പനല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഒരാൾ നിൽക്കും. അതാണ് നിന്നിൽ ആസന്നം മരണം. അതാണ് ദൈവത്തിൻ്റെ ആകർഷണത്തിൻ്റെ സ്പാർക്കിംഗ് പോയിൻ്റ്. അത് മറ്റുള്ളവരോട് നീ കാണിക്കുന്നതാണ്. അല്ല, മറ്റുള്ളവരോട് നീ കാണിക്കുന്ന ഇപ്പോൾ ഈശോ ഫെയർവെൽ സ്പീച്ചില്ലേ, കർത്താവിൻ്റെ വിടവാങ്ങൽ സന്ദേശങ്ങൾ നോക്കുമ്പോൾ കാല് കഴുകിയതിന് ശേഷം പറയണത് എന്താണ്? നിങ്ങൾ എന്നെ ഗുരുവെന്ന് നാഥനെന്ന് വിളിക്കുന്നു. ദാറ്റ് ഇസ് കറക്റ്റ്. നിങ്ങളുടെ ഗുരു നാഥനുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും ഹല്ലേലൂയ. യോഹന്നാൻ 13:14 നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. അതായത് എപ്പോഴും നമ്മൾ ഡിവൈൻ സ്പാർക്ക്, ദൈവത്തിന് നമ്മളോടൊരു ആകർഷണം തോന്നാനുള്ള, സ്പാർക്ക് ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് നമ്മൾക്ക് മറ്റുള്ളവരോടുള്ള അടുപ്പമാണ്. അവർ ബന്ധുക്കളാകണമെന്ന് സ്വന്തപ്പെട്ടവരാകണമെന്നില്ല. ഒരു ബന്ധുവില്ല ജീവിതത്തിൽ ആദ്യം കാണുകയിരിക്കും. എങ്കിലും അവരുടെ ദൈന്യാവസ്ഥയിൽ നമ്മൾക്ക് അവരോടൊരു സന്ധിപ്പ് തോന്നിയ അതിനാണ് സ്പാർക്ക് എന്ന് പറയുന്നത്. ഈ ഒരു പോയിൻ്റ് വെച്ചാണ് ദൈവം നിന്നിലേക്ക് ആകർഷിപ്പ് ഉണ്ടാകുന്നത്. ആകർഷിപ്പ് കൂടും. ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നിൻ്റെ സൽപ്രവർത്തികൾ അനുസരിച്ച് കൊണ്ട്, നേരത്തെ പറഞ്ഞ പോലെ നിൻ്റെ പ്രവർത്തികൾ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് പൂർണ്ണമാകുന്നത്, ഭാഗികമായ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അത് ദൈവസ്നേഹത്താൽ പൂർണ്ണമാകുന്ന അനുസരിച്ച് കൊണ്ട് എന്തു ചെയ്യും? ദൈവത്തിൻ്റെ ആകർഷണം അസൂയ നിർഭരമായ ആകർഷണമായിട്ട് മാറും. ആകർഷണത്തിൻ്റെ ഇൻറ്റൻസിറ്റി, അട്രാക്ഷൻ്റെ ഇൻറ്റൻസിറ്റി കൂടും. അതുകൊണ്ടാണ് നിൻ്റെ ആത്മാവിനെ അസൂയയോടെ അഭിലഷിച്ചോട്ടെ. യാക്കോബ് 4:5
നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു എന്ന തിരുവെഴുത്ത് വൃഥാ ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അതായത് ഇതിൻ്റെ വരുന്ന വിഷയം നമ്മൾ യോഹന്നാൻ 6:44 അനുസരിച്ചുകൊണ്ട് എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടവർ എല്ലാവരും എൻ്റെ അടുത്ത് വരുമെന്ന് പറഞ്ഞു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ലിജ ജോസഫ്. ഞാൻ ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ നിന്ന് വരുന്നു. ഞാൻ ഇന്നിവിടെ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത്, ഞാൻ ആദ്യമായിട്ട് സാക്ഷ്യം പറയാൻ വരുന്നത് എൻ്റെ ആദ്യത്തെ സാക്ഷ്യമാണ്. ഞാൻ ഈ കൃപാസനത്തിനെ പറ്റി അറിയുന്നത് എൻ്റെ വീടിനടുത്തുള്ളൊരു ചേച്ചി വഴിയാണ്. ആ ചേച്ചി നേഴ്സാണ്, ഞാനും നേഴ്സാണ്. ആ ചേച്ചി OET ഒക്കെ എഴുതി പുറത്ത് അയർലൻഡിലേക്ക് പോയി. അപ്പോൾ എൻ്റെ അയർലൻഡ് OET ഒക്കെ കിട്ടി. അയർലൻഡ് പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ എന്ത് ചെയ്താൽ എനിക്ക് DL ഒക്കെ 5 ദിവസം കൊണ്ട് എനിക്ക് കിട്ടി. പക്ഷേ എന്ത് ചെയ്താൽ എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ പുറത്തേക്കൊക്കെ ട്രൈ ചെയ്യുന്ന നഴ്സുമാരുടെയൊക്കെ അയച്ചു കൊടുത്തു. പക്ഷെ കുറേ ഹോസ്പിറ്റലുകാർക്ക് എനിക്ക് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തു. പക്ഷേ ഇൻ്റർവ്യൂ റീഷെഡ്യൂൾ ചെയ്ത് പോവുകയാണ്. എനിക്ക് എന്ത് ചെയ്ത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ കഷ്ടപ്പെട്ട് ഞാൻ ലാസ്റ്റ് മെയ് 30 ഒരു HSCയുടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ആ ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വന്നപ്പം ഞാൻ വെയിറ്റിംഗ് ലിസ്റ്റാണ്. ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത് തന്നെ പുറത്തേക്കുള്ള ഇൻ്റർവ്യൂ ഒക്കെ വെയിറ്റിംഗ് ലിസ്റ്റ് വരും എന്നുള്ള കാര്യം. അങ്ങനെ ഞാൻ വെയിറ്റിംഗ് ലിസ്റ്റായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, എന്താ എനിക്ക് മാത്രം ഇങ്ങനെ, നമുക്കൊന്ന് കൃപാസനത്തിൽ പോയാലോ? കാരണം എൻ്റെ വീടിനടുത്തുള്ള ചേച്ചി പറയായിരുന്നു, എടി നീ കൃപാസനത്തിൽ പോ, അമ്മ മാതാവ് നിന്നെ റിജക്റ്റ് ചെയ്ത എല്ലാ ഹോസ്പിറ്റലുകളിലും നിന്നെ തിരിച്ചു വിളിക്കും. ആ ഒരു സെൻറ്റൻസ് ആയിരുന്നു ആ ചേച്ചി എന്നോട് പറയുന്നത്. നിന്നെ റിജക്റ്റ് ചെയ്തവരും നിന്നെ തിരിച്ചു വിളിക്കുമെന്നായിരുന്നു ആ ചേച്ചി എന്നോട് പറഞ്ഞത്. അപ്പം ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് ജൂൺ 5 ഞാനും ഹസ്ബൻഡും കൂടെ ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ ഉടമ്പടി എടുക്കാൻ വേണ്ടിയുള്ള ക്ലാസ്സിൻ്റെ അവിടെ ഇരുന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾ പൂർണ്ണമായിട്ട് സമ്മതമാണെങ്കിൽ മാത്രം ഉടമ്പടിയിലെ നിബന്ധനകൾ പാലിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എങ്കിൽ മാത്രമേ നിങ്ങൾ ഉടമ്പടി എടുക്കാവുള്ളൂ. അപ്പം ഞാൻ ഇങ്ങനെ 1-2 തവണ ആലോചിച്ചു, ഉടമ്പടി എടുക്കണോ, എന്നെ കൊണ്ട് ഇതൊക്കെ സാധിക്കാൻ പറ്റുമോ എന്നൊക്കെ ആലോചിച്ചു. അപ്പം എനിക്കൊരു ഇൻറ്റേർണൽ ഇതുപോലെ എനിക്ക് തോന്നി, പറ്റും ഇങ്ങനെ നമുക്ക് ഉള്ളിൽ നിന്ന് ആരോ പറയുന്നത് തോന്നി, പറ്റും. അപ്പം ഞാൻ രണ്ടും കൽപ്പിച്ച് ഉടമ്പടി എടുത്ത് ഞാൻ വീട്ടിൽ ചെന്നു. പ്രാർത്ഥനകളും രാവിലത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഈവനിങ് പ്രെയറും എല്ലാം ചെല്ലാൻ തുടങ്ങി, കൊന്ത ചെല്ലാൻ തുടങ്ങി. എല്ലാ സൺഡേസ് കുർബാനയ്ക്കും. പിന്നെ സൺഡേ ഡ്യൂട്ടി വരുമ്പോൾ മാത്രം ഞാൻ ജൂൺ മാസത്തിൽ 1-2 സൺഡേ എനിക്ക് പോകാൻ പറ്റിയില്ല. എങ്കിലും ഞാൻ ഡ്യൂട്ടി ഇല്ലാത്ത എല്ലാ സമയത്തും പള്ളിയിൽ പോവുകയും എണ്ണ ഉപയോഗിക്കുക എല്ലാം ചെയ്തു. എൻ്റെ കൊച്ചാണ് ഏറ്റവും കൂടുതൽ എന്നെ പ്രാർത്ഥിക്കാൻ. ഈവനിങ് ആകുമ്പോൾ കൊച്ചു പറയും, അമ്മ ഇന്ന് എണ്ണ തേക്കുന്നില്ലേ, പ്രാർത്ഥിക്കുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് വരും. അങ്ങനെ കൊച്ചൊരു മുൻപന്തി നിന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹസ്ബൻഡ് അത്രയ്ക്ക് പ്രാർത്ഥിക്കുന്ന ആളൊന്നും അല്ല, എങ്കിലും ഞാൻ എണ്ണ നെറ്റിയെ തേക്കുമ്പം തിരിച്ചൊന്നും പറയത്തില്ല. എണ്ണ തേച്ചോ എന്നൊരർത്ഥത്തിൽ മൗനസമ്മതം തരും. അങ്ങനെ ഞാൻ ഹസ്ബൻഡ് നെറ്റിയിലും എണ്ണ തേക്കും, എൻ്റെ നെറ്റിയിലും കൊച്ചിൻ്റെ നെറ്റിയിലും എണ്ണ തേച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കും. അങ്ങനെ 2 ആഴ്ചത്തേന് കുറച്ച് പരീക്ഷണങ്ങളൊക്കെ ഞങ്ങൾ നേരിട്ടു. കൊച്ചിന് അസുഖങ്ങൾ, വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ നേരിട്ടു. എങ്കിലും ജൂൺ 26 രാത്രി ഒരു 7:30 ആയപ്പം എനിക്കൊരു ഇൻ്റർനാഷണൽ കോൾ വന്നു. അപ്പം ഞാൻ കൊച്ചിന് ചോറ് കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. എങ്കിലും ഞാൻ പോയി വെറുതെ അറ്റൻഡ് ചെയ്തിട്ട് എന്നോട് ചോദിച്ചു, നീ സ്റ്റിൽ അയർലൻഡിൽ വർക്ക് ചെയ്യാൻ റെഡിയാണോ എന്ന് ചോദിച്ചു. ഒന്നാമത്തെ ഇൻ്റർനാഷണൽ കോൾ വരുമ്പോൾ ഒന്നും തിരിയത്തില്ല, 2 കേൾക്കാൻ പറ്റില്ല, അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസൊക്കെ വരും. പിന്നെ അവരുടെ ഒരു ലാംഗ്വേജ് ആകുമ്പം അത് മനസ്സിലാകത്തുമില്ല. അപ്പം ഞാൻ പറഞ്ഞു യെസ് എന്ന് മാത്രം ഞാൻ പറഞ്ഞു. പിന്നെ മെയിൽ ചെക്ക് ചെയ്തപ്പം എനിക്ക് ഓഫർ ലെറ്ററാണ് വന്നത്. ആ ഓഫർ ലെറ്ററിനകത്ത് എഴുതിയേക്കുന്നത്, നീ 1 ദിവസത്തിനുള്ളിൽ 2.5 ലക്ഷം രൂപ മുടക്കുള്ള ആപ്റ്റിറ്റ്യൂഡ് എക്സാമിൻ്റെ എക്സാം ബുക്ക് ചെയ്യണമെന്ന്. ആ സമയത്ത് എൻ്റെ അക്കൗണ്ടിൽ 1 പൈസ പോലും ഇല്ല. 2.5 ലക്ഷം രൂപ നീ നാളെ അടച്ചില്ലെങ്കിൽ വേറെ നഴ്സുമാർ ക്യൂ ആണ്, നിൻ്റെ ഓഫർ പോകുമെന്നായിരുന്നു. കാരണം ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പോൾ ക്യൂ നിൽപ്പുണ്ട് OET ഒക്കെ പഠിച്ചിട്ട്. ആ ഒരു രാത്രി ഞാൻ ഉറങ്ങിയില്ല. പക്ഷെ പിറ്റേ ദിവസം എനിക്കറിയില്ല, എന്നെ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്ത് ആ 2.5 ലക്ഷം രൂപ എനിക്ക് അടയ്ക്കാൻ പറ്റി, ബുക്ക് ചെയ്യാൻ പറ്റി. അതുവരെ എനിക്കൊരിതുണ്ടായിരുന്നു, ലാംഗ്വേജ് അറിയാം. ഞാൻ ബേസിക്കലി ഒരു ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻ്റാണ്.
അപ്പോൾ ലാംഗ്വേജ് ഒക്കെ അറിയാൻ പറ്റുമെങ്കിൽ നിനക്ക് കിട്ടും, ഇൻ്റർവ്യൂ പാസ്സാകും, അങ്ങനെയൊക്കെ ഒരു ഇതായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ ഇൻ്റർവ്യൂ വെയിറ്റിംഗ് ലിസ്റ്റ് ആയപ്പോൾ തൊട്ടാണ് എന്നാൽ കൃപാസനത്തിൽ പോയേക്കാം, പ്രാർത്ഥിച്ചേക്കാം, ഉടമ്പടി എടുത്തേക്കാം, ആ ഒരു മൈൻഡിലേക്ക് എൻ്റെ മൈൻഡ് തന്നെ മാറിയത്. പിന്നെ തൊട്ട് ഒരു 15 ദിവസത്തേന് നല്ല ടൈറ്റ് ഷെഡ്യൂളായിരുന്നു. ഓരോ കാര്യങ്ങൾക്കും വേണ്ടി ഓടുമ്പോഴും ഞാൻ കൃപാസനത്തിലെ കാശ് രൂപ എടുത്ത് കൈ പിടിക്കും. ആ VFSന് ഡേറ്റ് കിട്ടുന്നില്ല, അങ്ങനത്തെ പല പല ഇഷ്യൂസൊക്കെ ആയിരുന്നു. സാധാരണ മെയ് 30 ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് 2 ദിവസത്തിനുള്ളിൽ ബാക്കി എല്ലാവർക്കും ഓഫർ ലെറ്റർ കിട്ടി. ആ ഓഫർ ലെറ്റർ കിട്ടിയവരുടെ ഒപ്പം തന്നെ ഈ ജൂൺ 26 ഓഫർ ലെറ്റർ കിട്ടിയ ഞാനും ഓടിയെത്താൻ മാതാവ് എന്നെ സഹായിച്ചു. എപ്പോഴും അവിടുന്ന് ഏജൻസിക്കാർ വിളിക്കുമ്പോൾ പറയും, നീ എന്താ പറയുക, നിനക്ക് സ്റ്റാർട്ട് ഡേറ്റ് ആ ഒരു പഴയ ഓഫർ ലെറ്റർ യൂഷ്വലായിട്ട് കിട്ടിയ അവരുടെ ഒപ്പം തന്നെ മാതാവ് എന്നെ എത്തിച്ചു. അങ്ങനെ ഈ അടുത്ത വ്യാഴാഴ്ച 22-ാം തീയതി ഞാൻ അയർലൻഡിന് പോകുവാണ്. എൻ്റെ എല്ലാ പ്രോസസ്സിങ്ങും ഈ ഒരു മാസത്തിൽ തന്നെ മാതാവ് എനിക്ക് സാധിച്ചു വന്നു. പിന്നെ ഞാൻ എപ്പോഴും മാതാവിനോട് എനിക്ക് തരണേ എന്നല്ല ഞാൻ പ്രാർത്ഥിച്ച രീതി. ഞാൻ ശരിക്കും മാതാവിനോട് ഡിമാൻഡ് ചെയ്യുമായിരുന്നു, മാതാവ് എനിക്ക് വേണം. ഞാൻ ഇവിടെ വന്ന് ജൂൺ 5 ഉടമ്പടി എടുത്തു. ഞാൻ ഇങ്ങനെയാണ് മാതാവിനോട് പ്രാർത്ഥിച്ചത്, ഈ 90 ദിവസത്തിനുള്ളിൽ എന്നെ അയർലൻഡിൽ എത്തിക്കണം, അയർലൻഡിൽ ചെന്ന് എൻ്റെ എക്സാം പാസ്സാവണം. ആ ഒരു രീതിയിലാണ് ഡിമാൻഡ് ചെയ്താണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഈ സെപ്റ്റംബർ 5-ാം തീയതിയാണ് എൻ്റെ 90ാമത്തെ ദിവസം ആകുന്നത്. ഓഗസ്റ്റ് 31 സെപ്റ്റംബർ 1 എൻ്റെ ആപ്റ്റിറ്റ്യൂഡിൻ്റെ എക്സാമാണ്. ആ റിസൾട്ട് വരുന്നത് സെപ്റ്റംബർ 3 അല്ലെങ്കിൽ 4 വരും. 5 എൻ്റെ 90ാമത്തെ ദിവസമാണ്. എനിക്ക് ഈ ഉടമ്പടി, ഈ നിയോഗം എനിക്കിന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് പോകേണ്ടത് കൊണ്ടാണ് ഞാൻ ഈ ഒരു എൻ്റെ ഏറ്റവും വലിയൊരു സാക്ഷ്യമായിട്ട് ഞാൻ ഇന്നിവിടെ വന്നതെന്ന് പറയുന്നത് തന്നെ. ബാക്കി ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് നിയോഗങ്ങൾ എനിക്കുണ്ട്. പിന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ എനിക്ക് നേർച്ചയിടാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. പള്ളി പോയാലും വെറുതെ പോകത്തേ ഉള്ളൂ, നേർച്ചയൊന്നും ഇടത്തില്ലായിരുന്നു. ഞാൻ ഈ ഉടമ്പടി എടുത്തപ്പോൾ തൊട്ടാണ് നേർച്ചയിടാനും ഓരോ കാരുണ്യ പ്രവൃത്തികളൊക്കെ അച്ഛൻ അനൗൺസൊക്കെ ചെയ്യുമ്പം ആ ദിവസം കൂടുതൽ പൈസ നേർച്ചയിടാനും അങ്ങനെയൊക്കെ തുടങ്ങി. പിന്നെ എനിക്ക് പത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ആദ്യമൊക്കെ ഭയങ്കര നാണമായിരുന്നു, ഇതെങ്ങനെ കൊടുക്കും, മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നൊക്കെയായിരുന്നു. പക്ഷെ എനിക്ക് പള്ളിയിൽ കൊണ്ടുപോയി പത്രം കൊടുക്കുന്നത് എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. കാരണം പള്ളിയിലെല്ലാം ക്രിസ്ത്യൻസ് തന്നെ ആയിരിക്കുമല്ലോ വരുന്നത്, അവർക്ക് ഇതിനെപ്പറ്റിയൊക്കെ അറിയാം. അപ്പോൾ പള്ളിയിൽ ഒരിക്കലും ഞാൻ പത്രം വിതരണം ചെയ്തിട്ടില്ല. ഞാൻ ചൂസ് ചെയ്തൊരു സ്ഥലം എന്ന് വെച്ചാൽ ബസ് സ്റ്റാൻഡായിരുന്നു. ബസ് സ്റ്റാൻഡ് അപ്പം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പീപ്പിൾ അവിടെ വരുന്നുണ്ട്. അവരോട് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയാമോ എന്നൊക്കെ ചോദിച്ച് നമുക്ക് 2 വാക്ക് ചോദിച്ച് അവരോട് പറഞ്ഞ് പത്രം കൊടുക്കാനായിട്ട് വരും. പള്ളി വരുന്നവർക്ക് ഓൾറെഡി അവർക്ക് അറിയാം മാതാവ് എന്താ, കൃപാസനം എന്താന്നൊക്കെ അറിയാവുന്നതുകൊണ്ട് എനിക്ക് പള്ളി കൊടുക്കുന്നതിനോട് താല്പര്യമായിരുന്നു. അത് ഞാൻ ചൂസ് ചെയ്തൊരു വേ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു. എന്താണെന്നറിയില്ല, അങ്ങനെയാണ് എനിക്ക് മാതാവ് എനിക്ക് കാണിച്ചു തന്നത്. അപ്പം ഞാൻ ഈ ഓഗസ്റ്റ് 31 1-ാം തീയതി എഴുതാൻ പോകുന്ന ആ ഒരു നിയോഗം കൂടെ മാതാവിൻ്റെ അടുത്ത് വെച്ച്, പിന്നെ എനിക്ക് അയർലൻഡിൽ പോയൊരു ചേച്ചി എന്നോട് പറഞ്ഞു, നീ സാക്ഷ്യം പറഞ്ഞേക്കാം എന്ന് നേർന്നിട്ടുണ്ടെങ്കിൽ നീ ഉറപ്പായിട്ടും പോയി സാക്ഷ്യം പറഞ്ഞിട്ടേ വരാവുള്ളൂ. കാരണം ഇവിടെ സാക്ഷ്യം പറഞ്ഞേക്കാം എന്ന് പറഞ്ഞു പോയി, അവിടെ ചെന്ന് അഡാപ്റ്റേഷനായിരുന്നു, ഫെയിലായി, ആപ്റ്റിറ്റ്യൂഡിന് ഡേറ്റ് എടുത്ത് നിൽക്കുവാന്ന്. അപ്പോൾ എൻ്റെ ഭക്തി കുറച്ചുകൂടെ കൂടി. കാരണം അപ്പം ഞാൻ പറഞ്ഞു, എത്ര കഷ്ടപ്പെട്ടിട്ടാണേലും വേണ്ടില്ല, ഇപ്പം ഈ പുറത്തേക്കൊക്കെ പോകാറാകുമ്പം അറിയാൻ പറ്റും എത്രത്തോളം ഓടേണ്ട വരുമെന്ന്. എത്ര കഷ്ടപ്പെട്ടിട്ടാണേലും വേണ്ടില്ല, ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടേ ഞാൻ അയർലൻഡിലേക്ക് പോകുമെന്ന്. അതിനാലാണ് അതിനു മുന്നേ ഞാനിവിടെ സാക്ഷ്യം പറയാനായിട്ട് മാതാവിൻ്റെ സന്നിധിയിൽ വന്നിരിക്കുന്നത്. എന്നെ ഇവിടെ സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ച കൃപാസനം മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് മെൽവി, ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഞാനൊരു നേഴ്സാണ്. ഞാൻ ഉടമ്പടി എടുക്കുന്നത് എൻ്റെ അമ്മയും എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയും പറഞ്ഞിട്ടാണ്. എനിക്ക് ആദ്യം അത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല. മാതാവ് എവിടെയായാലും ഇന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്നുള്ളൊരു വിശ്വാസമായിരുന്നു എനിക്ക്. പ്രാർത്ഥനയും വിശുദ്ധ കുർബാനയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം എന്നുള്ള ഒരു താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ എന്നും ഈ ശാലോമിലെ പ്രോഗ്രാം കാണാറുണ്ട്, അച്ഛൻ്റെ പ്രോഗ്രാം കാണാറുണ്ട്. ഞാൻ എനിക്ക് സമയം ഉണ്ടെങ്കിൽ കൂടാറുണ്ട്,
അല്ലെങ്കിൽ ഞാൻ അങ്ങനെ നിർബന്ധമായിട്ട് അങ്ങനെ കൂടുന്നൊരു വ്യക്തിയായിരുന്നില്ല. അങ്ങനെ ഞാൻ OET പഠിക്കാൻ തീരുമാനിച്ച സമയത്ത് ഞാൻ ഉടമ്പടിയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ 3 കുട്ടികളാണ് എനിക്കുള്ളത്. 3ാമത്തെ കുട്ടി പ്രഗ്നൻ്റായി ഡെലിവറി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ തീരുമാനിച്ചത് OET എഴുതണമെന്ന്. അങ്ങനെ കുട്ടിക്ക് 5 മാസം ഉള്ളപ്പോൾ ഞാൻ OET പഠിക്കാൻ പോയി എന്ന് പറഞ്ഞിട്ട് എനിക്ക് പൂർണ്ണമായിട്ടത് കംപ്ലീറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. കാരണം എനിക്ക് 2 വയസ്സ് വ്യത്യാസത്തിൽ 3 കുട്ടികളുള്ളത്. അപ്പോൾ ഇവരെ വെച്ച് എനിക്ക് പഠിക്കുക എന്ന് പറഞ്ഞാൽ ദുഷ്കരമാണ്. ഞാൻ മൂത്ത 2 കുട്ടികളെ പെങ്ങളുടെ വീട്ടിലും ഹസ്ബൻഡിൻ്റെ അമ്മയും അവിടെയായിട്ടാണ് പഠിക്കാൻ പോയത്. ചെറിയ കുട്ടീനെ 3ാമത്തെ 5 മാസമുള്ള കുട്ടീനെ എൻ്റെ വീട്ടിലാണ് ഞാൻ പഠിച്ചത്. പക്ഷേ ഒരാഴ്ച കഴിയുമ്പോഴേക്കും എൻ്റെ മക്കൾക്ക് നല്ല അസുഖമായി, ഫീവറായി, ന്യൂമോണിയയുടെ ലെവലെത്തി, കുട്ടികളുടെ വെയിറ്റ് കുറഞ്ഞു. ഞാൻ ആ പഠിച്ച സംഭവത്തിൽ നിന്ന് ക്ലാസ് ഒരു 15 ദിവസം പോയുള്ളൂ. നെക്സ്റ്റ് വീക്കിലൊന്നും എനിക്ക് പോകാൻ പറ്റിയില്ല. ഞാൻ പകുതി ഓൺലൈൻ എടുത്തു. അങ്ങനെ കറക്റ്റ് ഒരു 1.5 മാസം മുഴുവൻ പഠിച്ചെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ കിട്ടുന്ന സമയങ്ങളിൽ എനിക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പഠിച്ചിട്ട് ഞാൻ ആദ്യത്തെ അറ്റംപ്റ്റ് എഴുതി. ഞാൻ ഒരു ബിയും ബാക്കി 2 C+, 1 C ആയിരുന്നു. അതെനിക്ക് വിചാരിച്ച രാജ്യത്തേക്ക് പോകാനുള്ള സ്കോർ അല്ലായിരുന്നു. പിന്നെയാണ് ഞാൻ വിചാരിച്ചത് ഇനി എന്നെ കൊണ്ട് പഠിക്കാൻ. ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു ഒരു അറ്റംപ്റ്റ് കൂടി ഞാൻ എഴുതുള്ളൂ, എല്ലാവരെയും പോലെ 5, 6, 7, 8 ഒന്നും എഴുതാനുള്ള പൈസ എൻ്റെ കയ്യിലില്ല. ഞാനൊരു വീട് വെച്ച് എൻ്റെ കട ഉണ്ട്, അത് പൂർത്തിയാക്കാൻ വേണ്ടിയാണ് ഞാൻ പുറത്ത് പോകാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ അറ്റംപ്റ്റ് എഴുതാനുള്ള പൈസയൊന്നും എൻ്റെ ഇല്ലാത്ത കാരണം മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ നെക്സ്റ്റ് ഒരു 5 മാസം കഴിഞ്ഞിട്ട് ഞാൻ എഴുതണേ. കാരണം ഈ കുട്ടികൾ ഇങ്ങനെ ഉള്ളത് കൊണ്ട് എനിക്ക് പഠിക്കാനുള്ള സമയം എത്രത്തോളം കിട്ടുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് ഓരോ സമയം നൈറ്റ് ഓഫ് കിട്ടുമ്പോഴൊക്കെ കുറേശ്ശെ പഠിച്ച് സ്വന്തമായിട്ട് പഠിച്ച് അങ്ങനെയൊക്കെയാണ് ഞാൻ OETക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തത്. അങ്ങനെ ഞാൻ സെപ്റ്റംബർ മാസത്തിൽ ഒരു 23 ദിവസം ലീവ് എടുത്തു. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് പഠിച്ചു. രാവിലെ ഞാനൊരു 11 മണിക്ക് പോവും, വൈകിട്ട് ഒരു 4:30 ആകുമ്പോഴേക്കും വീട്ടിലെത്തണം. ആ ഒരു ടൈമിലാണ് എനിക്ക് സാധാരണ എല്ലാ ക്ലാസ് 9 മണിക്കാണ് തുടങ്ങാറ്, 9 to 5 ആണ്. പക്ഷെ എനിക്ക് ഈ കുഞ്ഞുങ്ങൾ ചെറുതായ കാരണം ഞാനൊരു 10:30 അവരുടെ എല്ലാ സ്കൂളും അവരുടെ എല്ലാം ആക്കി കഴിഞ്ഞ് ഒരു 10:30, 11 മണിക്ക് അവിടെ എത്തുള്ളൂ. അത് കഴിഞ്ഞ് 3 PM അല്ലെങ്കിൽ ഒരു 4:30 PM ആകുമ്പോഴേക്കും ഞാൻ വീട്ടിലെത്തും. ഈ ഒരു ടൈമാണ് ഞാൻ ആകെ കൂടി വിനിയോഗിച്ചത്. വേറെ OETക്ക് വേണ്ടി ഞാൻ ഒന്നും രാത്രി ഉറക്കമൊഴിച്ചോ വേറെ ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. ഈ ഒരു 20 days 23 ദിവസം ഉണ്ടെങ്കിലും ഒരു സാറ്റർഡേ സൺഡേ ഒന്നും ഞാൻ പോവാറില്ല. ഞാൻ അവിടെ ഒരു 15 days അല്ലെങ്കിൽ ഒരു 16 days കറക്റ്റ് പഠിച്ചിട്ടുണ്ടാവുള്ളൂ. ഈ മോർണിംഗ് 11 to 4:30 PM വരെയൊക്കെ പഠിച്ചിട്ടുണ്ടാവുള്ളൂ. അത് പഠിച്ച് ഞാൻ മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ക്ലാസ്സിലോട്ട് പോകുമ്പോൾ ബസ് കയറി പോകുമ്പോഴൊക്കെ ഞാൻ 33 വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞാൻ ആ ക്ലാസ്സിലെത്തുക. എനിക്ക് ആ ഉള്ള സമയം കറക്റ്റായിട്ട് വിനിയോഗിക്കാൻ മാതാവ് കൃപ തരണേ. ഉറക്കമില്ലാണ്ടും ഇപ്പോൾ OET പഠിക്കുന്നവർക്ക് അറിയാം, അത് ചെയ്യുമ്പോൾ നമുക്ക് ഉറക്കം വരും. റീഡിങ് ചെയ്യുമ്പോൾ ഉറക്കം വരും, ലിസണിങ് ചെയ്യുമ്പോഴൊക്കെ ഉറക്കം വരും. പ്രത്യേകിച്ച് കുട്ടികളുള്ള കാരണം എനിക്ക് തലേദിവസം മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടുണ്ടാവില്ല. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇത് ഉറക്കമില്ലാണ്ട് കറക്റ്റ് ചെയ്യാൻ പറ്റണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ വിശ്വാസ പ്രമാണം ചൊല്ലിയായിട്ടാണ് ഞാൻ അവിടെ എത്തുക. 33 വിശ്വാസ പ്രമാണം അവിടെ എത്തുമ്പോഴേക്കും കഴിഞ്ഞിട്ടുണ്ടാവും. തിരിച്ച് വണ്ടിയിലിരിക്കുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. കാരണം ഈ ഒരു അറ്റംപ്റ്റിൽ എനിക്ക് കിട്ടിയിരിക്കണം, എനിക്ക് വേറെ പൈസ കളയാനില്ല മാതാവേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ ഞാൻ ഒരുങ്ങി സെപ്റ്റംബർ 30-നാണ് ഞാൻ എക്സാം ഡേറ്റ് എടുത്തത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ജൂലൈയിലാണ്. 2 മാസം കഴിഞ്ഞിട്ട് ഞാൻ എക്സാം എഴുതി കഴിഞ്ഞ് റിസൾട്ട് 14 ദിവസമാണ് റിസൾട്ട് വരാനുള്ള സമയം. ആ 14 ദിവസവും ഞാൻ ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഉടമ്പടി ധ്യാനം കേട്ടുകൊണ്ടിരുന്നു. അങ്ങനെ 14 ദിവസം കഴിഞ്ഞിട്ട് റിസൾട്ട് വരുമ്പോൾ ഞാൻ വിചാരിച്ചത് ഒരു മോഡ്യൂളിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു C+ കിട്ടുള്ളൂ എന്ന്. കാരണം ഞാൻ എഴുതിയപ്പോൾ എനിക്ക് അങ്ങനെ ഉറപ്പായിരുന്നു. ഞാൻ വിചാരിച്ചത്ര കറക്റ്റ് എഴുതാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു. എന്നാലും മാതാവിൻ്റെ ഇഷ്ടം എനിക്ക് C+ ആയാലും ഞാൻ ഉദ്ദേശിക്കുന്ന രാജ്യത്ത് പോകാൻ പറ്റും. അപ്പോൾ സാരില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിരുന്നു, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചിരുന്നു. എൻ്റെ അമ്മയും എൻ്റെ ഹസ്ബൻഡ് അമ്മയും എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ റിസൾട്ട് ഒക്ടോബർ മാസത്തിൽ
14-ാം തീയതി വന്നു. എനിക്ക് ഫുൾ എല്ലാ മോഡ്യൂളിലും B ഗ്രേഡ് തന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. നമുക്കറിയാം ആ സമയം ഒക്ടോബർ തൊട്ടിട്ട് അത് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂവിൻ്റെ പ്രശ്നങ്ങളാണ്. ഇൻ്റർവ്യൂവിൻ്റെ പ്രശ്നങ്ങൾക്ക് ഓരോ തടസ്സങ്ങളായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ അയർലൻഡ് രാജ്യത്തേക്കാണ് പോകാൻ ഉദ്ദേശിച്ചത്. കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങളവിടെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഒരാൾ സപ്പോർട്ട് ചെയ്യാനുണ്ടല്ലോ എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ അങ്ങോട്ട് തിരഞ്ഞെടുത്തത്. എല്ലാ കൺട്രിയിലോട്ടും പോവായിരുന്നു, അയർലൻഡ്, ന്യൂസിലാൻഡ് അതൊക്കെ പോവായിരുന്നു. പക്ഷെ ഞാൻ അയർലൻഡ് തിരഞ്ഞെടുത്തത്. UK ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. പക്ഷെ അതെനിക്ക് തന്നു മാതാവ്. പക്ഷെ ഞാൻ അത് ലണ്ടനിലായ കാരണം ഞാനത് ചൂസ് ചെയ്തില്ല.